മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് മാറ്റിയപ്പോൾ വീടുകൾ അപകടാവസ്ഥയിലായി. അടിമാലി മുതൽ 2 മൈൽ വരെയുള്ള നിരവധി വീടുകൾ അപകടാവസ്ഥയിൽ. നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. പട്ടയ പ്രതീക്ഷയിൽ സിംഗുകണ്ടത്തെ കുടിയേറ്റ കർഷകർ. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കർഷകരുടെ പട്ടയ നടപടികൾ വേഗത്തിലാക്കുമെന്നും കളക്ടറുടെ ഉറപ്പ്. പ്രശ്നപരിഹാരം റവന്യൂ മന്ത്രി കെ രാജന്റെ ഇടപെടലിൽ. ചിന്നക്കനാലിലെ ചക്കക്കൊമ്പനടക്കമുള്ള 15 ആനകളടങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി ആദിവാസി കർഷകരുടെ കൃഷി നശിപ്പിച്ചു. ഉപ്പുതറ കാക്കത്തോട്ടിൽ കാട്ടാന ലക്ഷങ്ങളുടെ കൃഷി നശിപ്പിച്ചു. ഉപരിപഠനത്തിന് പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഇടുക്കി ജില്ലാ ഭരണകൂടം. സ്പോൺസർമാരുടെ സഹായത്തോടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിൽ പഠിക്കാൻ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് മാറ്റിയപ്പോൾ അപകടാവസ്ഥയിലായത് നിരവധി വീടുകൾ. ദേശീയപാതയിലെ അടിമാലി മുതൽ 2 മൈൽ വരെയുള്ള ഭാഗത്തെ നിരവധി വീടുകളാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്തതോടെ 10 മുതൽ 40 അടി വരെ ഉയരത്തിലുള്ള മൺതിട്ടുകൾക്ക് മുകളിലാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ശക്തമായ മഴയിലെ മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച റോഡ് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് തുറന്നത്. എന്നാൽ ബസ് സർവീസുകൾ ആരംഭിക്കാത്തതും ജനങ്ങളെ വലയ്ക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനം കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ റോഡ് വികസനത്തിന് തുടക്കം കുറിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ നാട്ടുകാരുടെ ദുരിതവും ആരംഭിച്ചു. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മണ്ണെടുത്തപ്പോൾ റോഡിന്റെ വശങ്ങളിൽ 10 മുതൽ 40 അടി വരെയുള്ള തിട്ടകളായി മാറി. ഇതിന് മുകൾ വശത്തുള്ള നിരവധി വീടുകളാണ് അപകടാവസ്ഥയിലായത്. 4 വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു.
നിരവധി പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നെങ്കിലും പരിഹാരവുമില്ലാത്ത അവസ്ഥയാണ്. മഴ ശക്തമായി തുടർന്നാൽ പ്രതിസന്ധി രൂക്ഷമാകും. 4 മാസമായി ഇവർ മണ്ണെടുത്തിട്ട് 4 മാസമായപ്പോൾ തൊട്ട് ഇവർ പണിത് തരാമെന്ന് പറഞ്ഞത് വേനയ്ക്കൊക്കെ പണിത് തരാമെന്ന് പറഞ്ഞതാണ്. ഇതുവരെയും പണിത് തന്നിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച തുടർന്ന മഴയിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാനായിട്ട് ഭയങ്കര ഭീകരാവസ്ഥയും ഭയങ്കര ഭീതിയോടുകൂടിയാണ് കിടന്നുറങ്ങുന്നത്. മിനിഞ്ഞാന്ന് അവരുടെ വീട് മൊത്തത്തിൽ ഇടിഞ്ഞു പൊടിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ഭയങ്കര അപകടാവസ്ഥയിലിരിക്കുക. എപ്പോഴാണ് റോഡിലേക്ക് വരുന്നതെന്ന് അറിയില്ല. കാലവർഷം ആരംഭിച്ച് മഴ ശക്തമായതോടെ നിർമ്മാണം നടക്കുന്ന റോഡിലെ നിരവധിയിടങ്ങളിൽ മണ്ണിടിച്ചിലുമുണ്ടായി. ഇതോടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചിട്ട റോഡ് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് തുറന്നത്. റോഡ് തുറന്നെങ്കിലും ബസ് സർവീസ് ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും നാട്ടുകാർ പറയുന്നു. തോട്ടത്തിൽ പണിക്ക് വരുന്നവരെല്ലാം ഈ വണ്ടിയെ ആശ്രയിച്ചല്ലേ പോകുന്നത്. അവർക്കൊന്നും പണിയില്ല. ടൂറിസ്റ്റ് അവിടെ റിസോർട്ടുകളിൽ പണിക്ക് പോകുന്നവർക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വണ്ടി സർവീസ് ചെയ്തിട്ട് വന്നിട്ട് 25 ദിവസമായി. കറണ്ട് ഞങ്ങൾക്ക് 10 ദിവസം ഇല്ലായിരുന്നു. വീടുകൾക്കടക്കം നഷ്ടപരിഹാരം നൽകുന്നതിനും ഉള്ള വീടുകൾ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആരോപിച്ച് ഇതിനോടകം തന്നെ നിരവധിയിടങ്ങളിൽ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. പട്ടയപ്രതീക്ഷയിൽ സിംഗുകണ്ടത്തെ കുടിയേറ്റ കർഷകർ. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കർഷകർക്ക് പട്ടയം നൽകുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിൽ കളക്ടർ നേരിട്ടെത്തുകയും നടപടികൾ വേഗത്തിലാക്കുമെന്നും ഉറപ്പു നൽകി. സർക്കാർ ഇടപെടലിൽ പട്ടയ സ്വപ്നം സാക്ഷാത്കാരത്തിലെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കുടിയേറ്റ കർഷകർ. 70 വർഷത്തോളമായി 4 തലമുറ പിന്നിട്ടവരാണ് സിംഗുകണ്ടം നിവാസികൾ. എല്ലാ രേഖകളും വീട്ടു നമ്പരും വൈദ്യുത കണക്ഷനും ഉൾപ്പെടെയുള്ള കർഷകർക്ക് പട്ടയം മാത്രം ലഭിച്ചിരുന്നില്ല. പലവിധ സാങ്കേതിക കാരണങ്ങളാൽ പതിറ്റാണ്ടുകളായി ഇവർ നൽകുന്ന പട്ടയാപേക്ഷകൾ പരിഹാരമില്ലാതെ വില്ലേജ് ഓഫീസിൽ പൊടിപിടിച്ച് ഫയലിൽ ഉറങ്ങുന്ന സാഹചര്യത്തിലാണ് കർഷകരുടെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന് റവന്യൂ മന്ത്രി കെ രാജന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. തുടർന്ന് ജില്ലാ കളക്ടർ സിംഗുകണ്ടത്തെ കർഷകരെ നേരിൽ കേൾക്കുകയും പട്ടയം നൽകുന്നതിന് നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന ഉറപ്പും നൽകി. പോകാൻ മറ്റിടമോ വേറെ സ്ഥലമോ ഇല്ലാത്ത സിംഗുകണ്ടത്തെ കുടിയേറ്റ കർഷകർ ഇപ്പോൾ പട്ടയ സ്വപ്നം സാക്ഷാത്കാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ്. സിംഗുകണ്ടം മേഖലയിലെ പട്ടയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇന്നലെ സ്ഥലത്ത് നേരിട്ട് ഹാജരായി ഞങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെട്ടു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിച്ചുകൊണ്ട് സിംഗുകണ്ടം മേഖലയിലെ പട്ടയ വിഷയങ്ങളുമായി സംബന്ധിച്ചുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് കളക്ടർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ്. അത് ഉടൻ തന്നെ നടപ്പാകുമെന്നാണ് കർഷകർ എന്ന നിലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സിംഗുകണ്ടത്തെ മാത്രമല്ല, ചിന്നക്കനാൽ പഞ്ചായത്തിലെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുന്നതിനും നടപടികൾ സ്വീകരിച്ച റവന്യൂ മന്ത്രി കെ രാജനും ജില്ലാ ഭരണകൂടത്തിനും നന്ദി അറിയിക്കുന്നുവെന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാറും പ്രതികരിച്ചു. വളരെ ആശ്വാസകരമാണ്. നമ്മൾ 10-80 വർഷമായി ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ പട്ടയം കിട്ടാൻ സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ ഈയിടയ്ക്ക് മന്ത്രിയുടെ ഇടപെടലും മുഖാന്തരമൊക്കെ നമുക്കിവിടെ വരികയും അതിനെ തുടർന്ന് ഇന്നലെ ജില്ലാ കളക്ടർ ഇവിടെ വന്ന് ഈ സ്ഥലങ്ങൾ നേരിട്ട് സിംഗുകണ്ടം അതുപോലുള്ള കോളനികളെല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്തതിൽ കളക്ടർ നമ്മളോടൊരു ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. സർവേ ടീമും എല്ലാവരും ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നമുക്ക് ഇനി വരുന്ന ഉടനെ തന്നെ നമുക്ക് വലിയ താമസമില്ലാതെ ഇവിടെ പട്ടയം നൽകുമെന്നുള്ളത് അത് ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കും ഈ സിംഗുകണ്ടം നിവാസികൾക്കും വളരെ ഒരു ആശ്വാസകരമായ ഒരു തീരുമാനമാണ്. പട്ടയമില്ലാത്തതിനാൽ ഏറെ ദുരിതമായിരുന്നു സിംഗുകണ്ടത്തെ കർഷക ജനത അനുഭവിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും വായ്പ എടുക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്ക് ബാങ്ക് വായ്പ എടുക്കുന്നതിനും സാധിച്ചിരുന്നില്ല. മാത്രവുമല്ല, സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് പട്ടയമില്ലാത്തതിന്റെ പേരിൽ ലഭിച്ചിരുന്നില്ല. പട്ടയം ലഭിക്കുന്നതോടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് കർഷക കുടുംബങ്ങൾ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഇനി സിറ്റി വിഷൻ പരമ്പര ആനക്കലിയുടെ ഇരകൾ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി ചിന്നക്കനാലിലെ കർഷകർ. ചക്കക്കൊമ്പനടക്കമുള്ള 15 ആനകളടങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി ആദിവാസി കർഷകരുടെ കൃഷി നശിപ്പിച്ചു. 301 കൃഷിയിടത്തിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം ഏലം കൃഷി നശിപ്പിച്ചത്. കർഷകരുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുമ്പോഴും 1 രൂപ പോലും വനംവകുപ്പ് നഷ്ടപരിഹാരവും നൽകുന്നില്ല. ശക്തമായ മഴയും കാറ്റും വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. ഇതിനൊപ്പമാണ് ബാക്കിയുള്ള കൃഷിവിളകൾ കാട്ടാനയും നശിപ്പിക്കുന്നത്. കാട്ടാനകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലെത്തി തമ്പടിച്ചാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്.
ആദിവാസി മേഖലയായ ചിന്നക്കനാൽ 301-ലെത്തിയ ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള 15ഓളം വരുന്ന കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിച്ചത്. 301-ലെ കർഷകരായ ചന്ദ്രൻ, ഉലകൻ, മിനി ബെന്നി എന്നിവരുടെ ഏലം കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. മണിക്കൂറുകൾ കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ തമ്പടിച്ചു. കടം വാങ്ങിയും ബാങ്ക് വായ്പയെടുത്തു നടത്തിയ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. 301-ൽ മാത്രമല്ല, ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ഠം അടക്കമുള്ള പ്രദേശത്തും കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇവിടങ്ങളിൽ കർഷകർക്കുണ്ടാകുന്ന കൃഷിനാശത്തിന് നാളിതുവരെയായി 1 രൂപ പോലും ധനസഹായം വനം വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. അടിയന്തരമായിട്ട് വനം വകുപ്പ് കർഷകർക്ക് കൃഷിനാശത്തിനുള്ള നഷ്ടം, വന്യജീവികൾ മൂലം ഉണ്ടാകുന്ന കൃഷിനാശത്തിനുള്ള നഷ്ടം അടിയന്തരമായി അനുവദിച്ചു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. സ്വർണം പണയപ്പെടുത്തിയും കടം വാങ്ങിയും ഇറക്കിയ ചിന്നക്കനാൽ പഞ്ചായത്തിലെ നിരവധി കർഷകരുടെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത്. കർഷകർക്ക് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വനം വകുപ്പ് അടിയന്തര ധനസഹായം നൽകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ ആവശ്യപ്പെട്ടു. നിരവധിയായിട്ടുള്ള BL റാവ്, സിംഗകണ്ഠം, മുത്തമ്മച്ചോല എന്നീ ഏരിയകളിലെല്ലാം നിരവധി തോട്ടങ്ങളാണ് ആന രാപകലില്ലാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകർ പട്ടയമില്ലാത്ത സ്ഥലമായതിനാൽ അപേക്ഷകൾ കൊണ്ട് വെച്ചും ഫോറസ്റ്റുകാരോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഇതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്തെങ്കിലും കർഷകർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ നിന്ന് ഒരു ധനസഹായം നൽകി അവരെ രക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേസമയം വനം വകുപ്പ് RRTA അടക്കം ആനയെ നിരീക്ഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കൂട്ടമായിട്ടെത്തുന്ന കാട്ടാനകളെ കൃഷിയിടത്തിൽ നിന്നും തുരത്തുന്നതിന് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഒപ്പം ധനസഹായങ്ങൾ നൽകാത്ത വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഉപ്പുതറ കാക്കത്തോട്ടിൽ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടും കാട്ടാന ശല്യത്തിന് പരിഹാരമില്ല. കഴിഞ്ഞ രാത്രി എത്തിയ കാട്ടാന ലക്ഷങ്ങളുടെ കൃഷി നശിപ്പിച്ചു. മണഞ്ചേരിൽ ജോണി ജോസഫ്, MO ഇമ്മാനുവൽ എന്നിവരുടെ കൃഷിഭൂമിയിലാണ് കാട്ടാന നാശം വിതച്ചത്. ജോണി ജോസഫിന്റെ മുറ്റത്ത് വരെ കാട്ടാന എത്തി. സോളാർ വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാനകൾ വീണ്ടും കൃഷിയിടത്തിലേക്ക് എത്താൻ കാരണം. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് 2 ആഴ്ച മുമ്പ് തൂക്ക് സോളാർ വേലി ചാർജ് ചെയ്തത്. ദിവസങ്ങൾക്കുള്ളിൽ ഹെൻസിംഗിന്റെ കമ്പനികൾ സ്വകാര്യ വ്യക്തി കൂട്ടിക്കെട്ടിയതോടെ ചാർജ് നഷ്ടപ്പെട്ടിരുന്നു. ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് കർഷകർ ആവശ്യം ഉന്നയിച്ചതാണ്. എന്നാൽ വനം വകുപ്പ് ഇതിന് തയ്യാറായില്ല. ഇതിനുശേഷം ഹെൻസിംഗിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വനം വകുപ്പ് തയ്യാറായതുമില്ല. ഇതാണ് കാട്ടാന കൃഷിയിടത്തിലെത്താൻ കാരണം. ഒരിക്കൽ പോലും കാട്ടാന കയറാത്ത ഭൂമിയിലാണ് കാട്ടാന എത്തിയത്. നിബിഡ വനത്തിൽ നിന്നും തേക്കിൻകൂപ്പ് കടന്നാണ് കാട്ടാന കൃഷിയിടത്തിലെത്തി നാശം വിതച്ചത്. വനം വകുപ്പ് ഓഫീസിനടുത്താണ് കാട്ടാന നാശം വിതയ്ക്കുന്നത്. കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് ഫെൻസിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചാർജ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതുണ്ടെങ്കിൽ ആന വെളിയിലേക്ക് ഇറങ്ങത്തുമില്ല. ഇതിപ്പോൾ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും എല്ലാം വളരെ ഭീഷണിയായിരിക്കുകയാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കണമെന്ന്. 2 കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങളാണ് നശിപ്പിച്ചത്. നീറിയാങ്കൽ ജെയ്സന്റെ കൃഷിയിടത്തിലൂടെയാണ് കാട്ടാന ജോണി ജോസഫിന്റെ പറമ്പിലെത്തിയത്. ഇവിടെയുണ്ടായിരുന്ന വാഴ, തെങ്ങ്, കുരുമുളക്, കപ്പ എന്നിവയെല്ലാം നശിപ്പിച്ചു. തുടർന്നാണ് ജോണിയുടെ വീട്ടുമുറ്റത്തു കൂടി ഇമ്മാനുവലിന്റെ കൃഷിയിടത്തിലെത്തി വാഴയും കുരുമുളക് ചെടിയും നശിപ്പിച്ചത്. നായ്ക്കളുടെ കുര കേട്ടുണർന്ന ജോണി കാട്ടാന ഇമ്മാനുവലിന്റെ പറമ്പിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ വീട്ടിലിരുന്ന പടക്കം പൊട്ടിച്ചതോടെയാണ് കാട്ടാന പിൻവാങ്ങിയത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ഉന്നത വിജയം നേടിയിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉപരിപഠനത്തിന് പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഇടുക്കി ജില്ലാ ഭരണകൂടം. സ്പോൺസർമാരുടെ സഹായത്തോടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠനം തുടരുന്നതിനായി പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന പദ്ധതിക്കാണ് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി തുടക്കം കുറിച്ചിരിക്കുന്നത്. ജില്ലയിലെത്തി ചുമതല ഏറ്റെടുത്തതു മുതൽ ജനകീയ കളക്ടർ എന്ന അംഗീകാരം നേടിയതാണ് കളക്ടർ V വിഘ്നേശ്വരി IAS. ആദ്യം അനാഥാലയങ്ങളിൽ കഴിയുന്ന കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ചിന്ന ചിന്നയാസൈ പദ്ധതി. അത് വലിയ പദ്ധതിയായി ജനങ്ങൾ ഏറ്റെടുത്തു. പിന്നാലെയാണ് മലയോരത്തെ നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പഠനം മുടങ്ങുന്ന സാഹചര്യം മനസ്സിലാക്കിയതോടെ ഇപ്പോൾ അത്തരം കുട്ടികൾക്ക് കൈത്താങ്ങും കുടുംബങ്ങൾക്ക് ആശ്വാസവും പകരുന്ന പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന പദ്ധതി. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികളുടെ ഉപരിപഠനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ ജില്ലയിലെ 10th +2 കഴിഞ്ഞ് നിരവധി കുട്ടികൾക്ക് അവർക്കുള്ള ഹയർ എഡ്യൂക്കേഷന് ചിലപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഉള്ള പദ്ധതിയാണ് ഈ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇതിൽ താല്പര്യമുള്ള സ്പോൺസേഴ്സ്
മുന്നോട്ട് വരണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത്. സോ സ്പോൺസേഴ്സ്ക്കുള്ള ഒരു രജിസ്ട്രേഷൻ ഫോമുണ്ട്, നമ്മുടെ ഇടുക്കി ജില്ലയുടെ വെബ്സൈറ്റിൽ അത് ലഭ്യമാണ്. അതേപോലെ കുട്ടികൾ സ്പോൺസർഷിപ്പ് ആവശ്യമുള്ള കുട്ടികൾക്കുള്ള രജിസ്ട്രേഷനും ഉണ്ട്, അതും നമ്മുടെ ജില്ലയിലുള്ള വെബ്സൈറ്റിലുണ്ട്. ഇടുക്കിയിലെ എല്ലാ കുട്ടികളുടെയും സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയെന്നും എല്ലാവരുടെയും സഹകരണം വേണമെന്നും കളക്ടർ. ഇടുക്കിയിലുള്ള എല്ലാ കുഞ്ഞുകുട്ടികളുടെ സ്വപ്നങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാൻ ഉള്ള ഒരു പദ്ധതിയാണ് പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഈ പദ്ധതി മുഖേന എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടുന്ന അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവരെയും ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പറ്റുമോ, എത്ര കുട്ടിയുടെ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. ദയവായി എല്ലാവരും ഈ പദ്ധതിയിൽ ഒത്തുചേർന്ന് നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കാനുള്ള സഹായം നമുക്ക് ലഭിക്കാൻ സാധിക്കട്ടെ. സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് idukki.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. ലഭിക്കുന്ന അപേക്ഷകൾ അതത് വില്ലേജ് ഓഫീസർമാർ വഴി വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇവർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കളക്ടർ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക സഹായം നൽകാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇതേ വെബ്സൈറ്റിലൂടെ തന്നെ അപേക്ഷ നൽകാം. തുടർന്ന് സ്പോൺസർമാരാകാൻ താല്പര്യമറിയിച്ചവരെ ജില്ലാ ഭരണകൂടം ബന്ധപ്പെടും. തിരഞ്ഞെടുക്കുന്ന സ്പോൺസർമാർ ജില്ലാ കളക്ടർക്ക് നേരിട്ടോ ഔദ്യോഗിക ഇമെയിൽ വഴിയോ സമ്മതപത്രവും സമർപ്പിക്കാം. സിറ്റി വിഷൻ ഇടുക്കി. ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ സെക്രട്ടറിയുടെ ക്യാബിനുള്ളിൽ കയറി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഏലപ്പാറ പഞ്ചായത്തിന്റെ ഓഫീസ് നവീകരണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായിട്ടെത്തിയത്. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മന്ദിരത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. സുരക്ഷിതമല്ലാത്ത വിധം മന്ദിരം ചോർന്നൊലിക്കുകയാണ്. ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി ബലക്ഷയം സംഭവിച്ച കോൺക്രീറ്റ് പാരപ്പറ്റിൽ ACP നിർമ്മിതികൾ നടത്തുന്ന ഗുണനിലവാരത്തോടെയല്ല. ശക്തമായ കാറ്റ് ആഞ്ഞു വീശുന്ന ദിശയിലായതിനാൽ ACP തകർന്നു വീഴാൻ സാധ്യതയേറെയാണ്. പുതിയതായി സ്ഥാപിച്ച ഇൻഡോർ ഷട്ടിൽ കോർട്ടും ചോർന്നൊലിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ കഴിഞ്ഞ ദിവസം Kmart ആപ്പ് വഴി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു വന്ന പ്രതിഷേധക്കാർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനുള്ളിൽ മുദ്രാവാക്യം വിളിയോടെ കുത്തിയിരുന്നു. സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം B. അനൂപ് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെല്ലാം കയറി വരുന്നതല്ലേ, അത് താഴേക്ക് വീണ ഒരു അപകടം ഉണ്ടായ എത്ര കെയർലെസ് ആയിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ല. ഇവിടെ വന്ന് മുഴുവൻ ഇപ്പൊ ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ P. പ്രശാന്ത്, S. അനിൽകുമാർ, അഫ്സൽ മുഹമ്മദ്, എബിൻ ബേബി എന്നിവർ സംസാരിച്ചു. പീരുമേട് പോലീസ് എത്തി പ്രതിഷേധക്കാരുമായി നടത്തിയ അനുരഞ്ജനത്തെ തുടർന്ന് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഉന്നത ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്യാമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരക്കാർ പിരിഞ്ഞുപോയി. സിറ്റി വിഷൻ ഏലപ്പാറ. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.
62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. മഴ കനക്കുന്നതോടെ അടിമാലി ടൗണിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുന്നത് പ്രതിസന്ധിയാകുന്നു. ടൗണിൽ ഫിൽഫോർട്ട് ജംഗ്ഷൻ സമീപം ഉണ്ടായ വെള്ളക്കെട്ട് സമീപത്തെ വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. കടകളിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത് വ്യാപാരികൾക്ക് നഷ്ടം വരുത്തി. മഴ പെയ്യുന്നതോടെ കൃത്യമായി ഓടകളിലൂടെ വെള്ളം ഒഴുകാത്തതും ഓടകളിൽ മാലിന്യം അടിഞ്ഞിട്ടുള്ളതും ടൗണിൽ വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നുവെന്നാണ് ആക്ഷേപം. മഴ കനത്തു പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ വെള്ളക്കെട്ടുണ്ടാവുന്നതും വ്യാപാരികൾ പ്രതിസന്ധിയിലാവുന്നതും ഈ മഴക്കാലത്തും ആവർത്തിക്കുകയാണ്. ദേശീയപാത 85 കടന്നുപോകുന്ന ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷനിലാണ് ഇത്തവണ വെള്ളക്കെട്ട് വ്യാപാരികളെ വലച്ചത്. വെള്ളമുയർന്നതോടെ റോഡിനോട് ചേർന്ന് താഴ്ഭാഗത്തായി പ്രവർത്തിച്ചു വന്നിരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾ വലഞ്ഞു. വെള്ളം കടകൾക്കുള്ളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ടായി. മഴ പെയ്യുന്നതോടെ കൃത്യമായി ഓടകളിലൂടെ വെള്ളമൊഴുകാത്തതും ഓടകളിൽ മാലിന്യം അടിഞ്ഞിട്ടുള്ളതും ടൗണിൽ വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നുവെന്നാണ് ആക്ഷേപം. ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് റോഡിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു. ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല, വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ഒരേപോലെ പ്രതിസന്ധിയായി. ദേശീയപാതയിലടക്കം ടൗണിലുണ്ടാവുന്ന വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. മഴക്കാലത്ത് കച്ചവടം കുറയുന്നതിനൊപ്പം വെള്ളം കയറിയുള്ള നഷ്ടം കൂടിയുണ്ടാകുന്നത് വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ്. സിറ്റി വിഷൻ, അടിമാലി. കനത്ത മഴയെ തുടർന്ന് അടിമാലിയിൽ വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അടിമാലി അമ്പലപ്പടി മണലേൽ ഷാജിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്ന വലിയ ഗർത്തമുണ്ടായിട്ടുള്ളത്. കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ അടക്കമുള്ള സാധന സാമഗ്രികളും നശിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ കോളേജ് കുന്നിന് സമീപം നേരിയ മണ്ണിടിച്ചിലുണ്ടായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്യുന്ന ശക്തമായ മഴയിൽ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ ചെറുതും വലുതുമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അടിമാലി അമ്പലപ്പടിയിൽ വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മണലേൽ ഷാജിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്ന് വലിയ ഗർത്തമുണ്ടായിട്ടുള്ളത്. 13 കോൽ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞുപോയത്. കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ അടക്കമുള്ള സാധന സാമഗ്രികളും നശിച്ചു. 75 വർഷത്തോളം പഴക്കമുള്ള കിണറാണ് ഈ കാലവർഷക്കെടുതിയിൽ ഇല്ലാതായത്. കിണർ ഇടിഞ്ഞു താഴ്ന്നത് പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. അടിമാലി കുമളി ദേശീയപാതയിൽ കോളേജ് കുന്നിന് സമീപം നേരിയ മണ്ണിടിച്ചിലുണ്ടായി. മൺതിട്ട ഇടിഞ്ഞ് റോഡരികിലേക്കെത്തുകയായിരുന്നു. ഈ ഭാഗത്തുണ്ടായിരുന്ന വഴിയോരക്കടയും മണ്ണിനൊപ്പം നിരങ്ങി റോഡരികിലേക്കെത്തി. ഈ വാഹനയാത്രികരുടെ കാഴ്ച മറയ്ക്കുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പൻപാറയ്ക്ക് സമീപവും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതാണ് പ്രതിസന്ധിയായിട്ടുള്ളത്. ഇതിനു മുകൾ ഭാഗത്തുള്ള 2 വീടുകൾ അപകടാവസ്ഥയിലാണ്. കല്ലാർമാങ്കുളം റോഡിൽ പീച്ചാടിന് സമീപം വലിയ ഉണക്കമരം റോഡിലേക്ക് പതിച്ചു. തലനാരിഴയ്ക്കാണ് വാഹനയാത്രികർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. സിറ്റി വിഷൻ, അടിമാലി. കനത്ത മഴയിൽ അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 2 വീടുകൾ അപകടാവസ്ഥയിലായി. ജലജ എന്ന വീട്ടമ്മ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന വീടിന്റെ പിൻഭാഗം പൂർണ്ണമായി തകർന്നു. ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വീടും അപകടാവസ്ഥയിലാണ്. 2 വീടുകളിലും കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. തനിച്ച് താമസിക്കുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 2 വീടുകൾ അപകടാവസ്ഥയിലായിട്ടുള്ളത്. 2 വീടുകളിലും കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ജലജ എന്ന 60കാരി തനിച്ചു വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് പിൻഭാഗത്തേക്ക് മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. സംഭവത്തിൽ പരിക്കുകളില്ലാതെ ജലജ രക്ഷപ്പെട്ടു. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ പിറകുഭാഗം തകർന്നു. തനിച്ച് താമസിച്ചു വരുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി. രാത്രിയിൽ ഭീകരമായ ശബ്ദത്തോടുകൂടി മണ്ണും കല്ലും എല്ലാം ഉരുണ്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ കിടന്നില്ലായിരുന്നു. രാത്രിയുടെ അവസ്ഥയിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും നിർവാഹമില്ലാതെ ഞാൻ
പായ്ക്കെട്ട് വീടിനുള്ളിലിരുന്നപ്പോൾ അടുത്തുള്ള വീട്ടുകാർ ഒന്ന് വിളിച്ചു, എല്ലാം ഉരുളുപൊട്ടി പോരുവാണെന്ന്. ഭയങ്കരമായ കല്ലൊക്കെ വന്നതിന് ഉള്ളിലേക്ക് വന്നു. വീടെല്ലാം നഷ്ടപ്പെട്ടു. വീടെല്ലാം സാധന സാമഗ്രികളെല്ലാം എൻ്റെ അടിയിലായി. എൻ്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് പോകാൻ ഒരിടമില്ല. ഈ ഒട്ടേറെ രൂപ മുടക്കി പ്രയാസങ്ങൾ നേരിട്ടാണ് 9 മാസമായിട്ട് വീട് അന്വേഷിച്ച് കളക്ടറേറ്റിലും വില്ലേജിലും ഒക്കെ വന്നിട്ടും ആരും പരിഗണിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ജലജ താമസിച്ചു വരുന്ന വീടിന് പിറകുഭാഗത്തുള്ള വീടും അപകടാവസ്ഥയിലാണ്. ഈ വീടിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞു പോന്നിട്ടുള്ളത്. കനത്ത മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിയുമോ എന്ന ആശങ്ക സമീപവാസികളായ ആളുകൾക്കുണ്ട്. തനിച്ചു താമസിച്ചു വരുന്ന ജലജയുടെ അടച്ചുറപ്പുള്ളൊരു വീടിനായുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ ദിവസം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വാടക വീട് കൂടി മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായി ജലജ കൂടുതൽ ദുരിതത്തിലായിട്ടുള്ളത്. സിറ്റി വിഷൻ അടിമാലി. SFIയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നമുക്കൊരുക്കാം, അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മാട്ടുത്താവളം സാൻ സെബാൻ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ SFI ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. ഏലപ്പാറ ഏരിയ പ്രസിഡന്റ് വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ മേരി മാത്യു, SFI ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി സുജിത്, പ്രസിഡന്റ് അഖില, K അഖിലേഷ്, റോയ്, സുനിൽ, ജയ്മോൾ, ജോർജ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് മാറ്റിയപ്പോൾ വീടുകൾ അപകടാവസ്ഥയിലായി. അടിമാലി മുതൽ 2-ാം മൈൽ വരെയുള്ള നിരവധി വീടുകൾ അപകടാവസ്ഥയിൽ. നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. പട്ടയ പ്രതീക്ഷയിൽ സിംഗുകണ്ടത്തെ കുടിയേറ്റ കർഷകർ. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കർഷകരുടെ പട്ടയ നടപടികൾ വേഗത്തിലാക്കുമെന്നും കളക്ടറുടെ ഉറപ്പ്. പ്രശ്നപരിഹാരം റവന്യൂ മന്ത്രി K രാജന്റെ ഇടപെടലിൽ. ചിന്നക്കനാലിലെ ചക്കക്കൊമ്പനടക്കമുള്ള 15 ആനകളടങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി ആദിവാസി കർഷകരുടെ കൃഷി നശിപ്പിച്ചു. ഉപ്പുതറ കാക്കത്തോട്ടിൽ കാട്ടാന ലക്ഷങ്ങളുടെ കൃഷി നശിപ്പിച്ചു. ഉപരിപഠനത്തിന് പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഇടുക്കി ജില്ലാ ഭരണകൂടം. സ്പോൺസർമാരുടെ സഹായത്തോടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിൽ പഠിക്കാൻ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പദ്ധതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം.
കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.